ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്നത് ലോകത്തിന്റെ കേരളത്തിന്റെ ഉത്സവമായിട്ടുള്ള ഓണം എന്നുള്ള സെലിബ്രേഷൻ നടക്കുമ്പോ നമ്മളെ പോലെയുള്ള മക്കൾ അതിൽ പങ്കെടുക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ദുഷിപ്പ് നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നാലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ട് ഉസ്താദേ. എനിക്ക് നിങ്ങളൊരു പ്രായത്തിന് മൂത്തവരായതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളുടെ വാപ്പാക്ക് വിളിക്കുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉസ്താദ് അവിടെ നിന്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ നീ ഓണത്തിന് പോകരുത് നിർബന്ധമായിട്ട്? ഇല്ലല്ലേ, പിന്നെന്താ നിനക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങള്? ഉസ്താദ് അവിടെ ഉസ്താദിന്റെ സദസ്സിലുള്ള ആൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഓണത്തിന് പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അത് വേണമുള്ളവരനുസരിച്ചാൽ മതി, ഇല്ലാത്തവർ പോയിക്കോളെ. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നങ്ങള്? നീ ഓണത്തിന് പോയിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഏതൊരു ഉസ്താദന്മാർ കേൾക്കാൻ വരൂല. ഓണം വേണമെങ്കിൽ തലയിൽ വേണമെങ്കിൽ വെച്ചോ, ആരും കേൾക്കാൻ വരൂല. വെറുതെ ഉസ്താദ്മാരെ കളിയാക്കാൻ നിൽക്കരുത്. ഉസ്താദേ ഓണത്തിന് പോകരുത്, എന്തൊക്കെയാണ്? നിനക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ അവിടെ പോയി കട്ടൻ ചായ കുടിച്ചിരുന്നോള്. അല്ലാത്ത ഉസ്താദ്മാരെ കളിയാക്കുന്നല്ല സങ്കടം വന്നെങ്കിൽ. ഇത് ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ പറയാണ് സങ്കടം വരുന്നല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്.